ഇപ്പോൾ വരുന്ന ഒരു വിയോഗ വാർത്തയിലേക്കാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് M.K. ചന്ദ്രശേഖരൻ അന്തരിച്ചു. ബംഗളൂരുവിലെ ആശുപത്രിയിലെ ചികിത്സയിൽക്കിടയിലാണ് അന്ത്യം. വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച വ്യോമസേന കമാൻഡറായിരുന്നു M.K. ചന്ദ്രശേഖരൻ. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ് റഷീദ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? സുജയ, കുറച്ച് സമയം മുമ്പാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പിതാവ് M.K. ചന്ദ്രശേഖരൻ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ കുറച്ച് നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹം എയർ കമാൻഡറായിരുന്നു. 1954 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. 1986 വരെ സർവീസിലുണ്ടായിരുന്നു. 11,000 മണിക്കൂർ വിമാനം പറപ്പിച്ച ഒരു വൈമാനികനാണ്. പ്രത്യേകിച്ച് അതൊരു അപൂർവ നേട്ടമായി M.K. ചന്ദ്രശേഖരൻ്റെ പേരിലുള്ള കാര്യമാണ്. രാജേഷ് പൈലറ്റ് അടക്കമുള്ള ആളുകളെ ഈ പൈലറ്റ് സേവനത്തിന് പ്രാക്ടീസ് നൽകിയ ഒരാൾ കൂടിയാണ് M.K. ചന്ദ്രശേഖരൻ. രാജീവ് ചന്ദ്രശേഖരനെ കൂടാതെ ഒരു മകൾ കൂടിയാണുള്ളത്, ഡോക്ടർ ദയാ മേനോൻ എന്നാണ് പേര്. അവർ US-ലാണുള്ളത്. ബംഗളൂരിലാണ് മൃതദേഹമുള്ളത്. തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമൊക്കെ. സംസ്കാരം പിന്നീടുണ്ടായിരിക്കും എന്നാണ് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.